ലോകകപ്പിന്റെ കളിയാരവം ഉയരുമ്പോൾ കേരളത്തിലും അതിൻ്റെ ആരവങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട്ടെ പുതിയ പാലത്താണ്. പുതിയ പാലത്തിൻ്റെ രണ്ട് സ്ഥലങ്ങളിൽ പണ്ടൊക്കെ നമ്മളൊരു ചെറിയ സ്ക്രീനായിരുന്നു ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇന്നൊരു തിയേറ്റർ തന്നെ ഓരോ നാടുകളിലും പണിതുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ 2000 ആളുകൾക്ക് ഒരേ സമയം തന്നെ ഫുട്ബോൾ കാണാൻ സൗകര്യപ്പെടുത്തിയിരിക്കുകയാണ് പുതിയ പാലത്തെ ജനകീയ സമിതി എന്ന് പറയുന്ന പേരിൽ ഇവിടുത്തെ നാട്ടുകാർ സംഘടിപ്പിച്ച ഈ ഒരു താൽക്കാലിക തിയേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. വലിയ ബിഗ് സ്ക്രീൻ, അതോടൊപ്പം തന്നെ 2000 ആളുകൾക്ക് ഗാലറി ഒരുക്കി അതിൽ നിന്ന് കളി കാണുവാനും മറ്റുമുള്ള സൗകര്യം ഒരുക്കുകയാണ്. നമ്മൾ ഇന്ന് ഈ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കളി തുടങ്ങിയിട്ടില്ല. കളി തുടങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുൻപെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനി എന്തായിരിക്കും ഇവിടുത്തെ കാഴ്ച എന്ന് നമുക്ക് അകത്ത് കയറി കാണാം. ഇത് കോഴിക്കോട്ടെ പുതിയ പാലം. ഇവിടെ രണ്ടിടങ്ങളിലാണ് ഫുട്ബോൾ പ്രേമികൾക്ക് കളി കാണുവാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. കൂറ്റൻ ടെന്റ് കെട്ടി ഒരു താൽക്കാലിക സിനിമാ തിയേറ്റർ പോലെ വലിയ സ്ക്രീനും ശബ്ദ സാങ്കേതികതയും എയർ കണ്ടീഷനും ഗാലറിയും കസേരയും വെളിച്ചവും CCTVയുമെല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതും തികച്ചും സൗജന്യമായി. 1000-ന് മുകളിൽ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയും എന്നാണ് സംഘാടകരായ ജനകീയ സമിതി വ്യക്തമാക്കുന്നത്. ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ പുതിയ പാലത്തെ രക്തത്തിൽ അലിഞ്ഞ സാധനമാണ്. അപ്പോൾ അതിന് ഇവിടുത്തെ ജനങ്ങളെ ഒന്നിച്ച് കൂട്ടാനുള്ളതാണ് ഞങ്ങൾ തീരുമാനം ഉണ്ടായത്. അത് 3ാമത്തെ വേൾഡ് കപ്പാണിത് നടക്കുന്നത്. അതിൽ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ തൊഴിലാളി സംഘടനകളും വ്യാപാരികളും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ളൊരു സമിതിയാണ് പുതിയ പാല ജനകീയ സമിതി. ഇതെങ്ങനെയാണ്, സൗജന്യമായിട്ടാണോ ആളുകൾക്ക്? സൗജന്യമായിട്ടാണ്. ഇവിടെ ഞങ്ങൾ ഒരു സംഭാവന കൂപ്പൺ, ഒരു 2 ലക്ഷം രൂപേൻ്റെ സമ്മാനം കൊടുത്തുകൊണ്ടാണ് നടത്തുന്നത്. അപ്പോൾ ഒരുപാട് ഇത്രയും ദിവസം ഇത്രയും സജ്ജീകരണങ്ങൾ ഒരുക്കണം, ഒരുപാട് പണമൊക്കെ ആവശ്യമായിട്ട് വരും. അതൊക്കെ നിങ്ങൾ എങ്ങനെ കണ്ടെത്തി? ഇത് പുതിയ പാലത്തെ കൂട്ടായ്മ, ജനകീയ സമിതി കൂട്ടായ്മ എന്ന് പറയാനുള്ള കാരണം തന്നെ ഇതിൻ്റെ ഞങ്ങളുടെ രക്ഷാധികാരി കോഴിക്കോട്ടെ ഏറ്റവും വലിയൊരു പന്തൽ വർക്കിൻ്റെ ആളാണ്. അയാളാണ് ഇത് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ അതേമാതിരി പുതിയ പാലത്തെ പന്തൽ ഇതുള്ള സ്ഥലമാണ്. അപ്പോൾ എല്ലാ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് നടത്തുന്നത്. ഈ ലോകകപ്പ് കഴിയുന്നത് വരെ ഈ ഇതുപോലെ ഈ ഒരു ആവേശം ഇവിടെ ഉണ്ടാകും. ഞങ്ങൾ ആവേശം ഇതിനെക്കാട്ടി കൂടുതലുണ്ടാവും. ആവേശം അതെന്താ കൂടാൻ കാരണം? ഇതിനെക്കാട്ടി കൂടുതലുണ്ടാവും. ഓ, ഏത് ഫാൻസ് ഇവിടെ കൂടുതലുണ്ടാവും? അർജന്റീനയാണോ, ബ്രസീല്, മറ്റേ ഫ്രാൻസ്. എന്നാലും ഈ 2 ടീമുകൾക്കായിരിക്കും കൂടുതൽ ആളുകൾ ഉണ്ടാകും. ഏതായാലും നമുക്ക് കളി കാണാം. ഓക്കെ. നാടിന്റെ വിവിധ ദിക്കുകളിൽ നിന്നും ആളുകൾ കൂട്ടത്തോടെ ഒഴുകിയെത്തുകയാണ്. ഒന്നിച്ച് കളി കാണുമ്പോൾ മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിലെ അതേ ആവേശം ഇവിടെ നിന്ന് ലഭിക്കും. ചടുലമായ നീക്കങ്ങളും ഗോളുകളും പിറക്കുമ്പോൾ ഗാലറി ആർത്തു വിളിക്കും. ഇതൊരു ആവേശമാണ്. വിവിധ ടീമുകളുടെ ഫാൻസുകൾ സംഗമിക്കുമ്പോൾ ആ ആവേശത്തിനും വീറിനും വാശിക്കും ഒട്ടും കുറവുമില്ല. എന്താ കളിയെ കുറിച്ച് എന്താ? ഏത് ടീമാ? ബ്രസീല്. അർജന്റീന. ഇത്തവണ ആരടിക്കും? ബ്രസീൽ അടിക്കോ? വിട്ടുകൊടുക്കോ? ഒരു നടപടി ആവില്ല. എന്താ കാരണം? പ്ലേയേഴ്സ് പോരാ. അങ്ങനെയുണ്ടോ? പ്ലേയേഴ്സ് പോരാന്നുണ്ട്. പരിക്കുണ്ട്. പക്ഷേ വേൾഡ് കപ്പ് കളർ TV വന്നതിന് ശേഷം ബ്രസീൽ കപ്പടിച്ചില്ല എന്ന് പറയുന്നത്. അത് ഈ തവണ മാറും. പുതിയ പാലത്തെ പുതിയ പാളയ മാർക്കറ്റിനോട് ചേർന്ന് മറ്റൊരു ക്ലബിന്റെ നേതൃത്വത്തിലും സമാനമായ ടെന്റ് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയും ഏകദേശം 500ഓളം ആളുകൾക്ക് ഒരേ സമയം കളി കാണുവാനുള്ള സൗകര്യമുണ്ട്. സ്ക്രീനിലും മൈക്കിലുമെല്ലാമായി കാണികൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകും. ലഹരിക്കെതിരായ സന്ദേശം ഉൾപ്പെടെ നൽകുന്നതിലൂടെ യുവാക്കളിലേക്ക് ഇത്തരം സന്ദേശങ്ങൾ എത്തിക്കുവാൻ കഴിയും എന്നാണ് സംഘാടകരുടെ പക്ഷം. പുതിയ കാലത്ത് കളി കാണുന്നതിലുള്ള ശൈലിയിലും മാറ്റം വന്നിരിക്കുകയാണ്. ഏറ്റവും മികച്ച കാഴ്ച, ശബ്ദ സാങ്കേതികതകൾ ഉൾക്കൊള്ളിച്ചുള്ള ആസ്വാദനമാണ് ഇവിടെ ലഭ്യമാക്കുന്നത്. waytonikah.com, the exclusive Muslim matrimonial site.